ಉಕ್ಕಿನಡಕದಲ್ಲಿರುವ ಕಾಸರಗೋಡು ಸರ್ಕಾರಿ ಮೆಡಿಕಲ್ ಕಾಲೇಜಿನ ನರ್ಸಿಂಗ್ ವಿಭಾಗದ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಹಾಸ್ಟೆಲ್ನಲ್ಲಿ ವಸತಿ ಸೌಕರ್ಯ ಕಲ್ಪಿಸುವಂತೆ ಒತ್ತಾಯಿಸಿ ಅನಿರ್ದಿಷ್ಟಾವಧಿ ಹಗಲು ರಾತ್ರಿ ಮುಷ್ಕರ ಸೋಮವಾರ ಬೆಳಗಿನಿಂದ ಆರಂಭಗೊಂಡಿದ್ದು ಎರಡನೇ ದಿನವಾದ ಇಂದು ವಿದ್ಯಾರ್ಥಿ ಸಂಘಟನೆಯಾದ ಎಸ್ಎಫ್ಐ ಸರ್ವ ರೀತಿಯ ಬೆಂಬಲ ಸೂಚಿಸುವುದರೊಂದಿಗೆ ಹೋರಾಟಕ್ಕೆ ಇನ್ನಷ್ಟು ಬಿಸಿ ಏರಿದೆ. ಮೆಡಿಕಲ್ ಕಾಲೇಜು ಮುಂಭಾಗ ನರ್ಸಿಂಗ್ ವಿದ್ಯಾರ್ಥಿಗಳ ಮುಷ್ಕರ ನಡೆಯುವಲ್ಲಿಗೆ ಎಸ್ಎಫ್ಐ ಜಿಲ್ಲಾ ಸಮಿತಿ ನೇತೃತ್ವದಲ್ಲಿ ಘೋಷಣೆಗಳೊಂದಿಗೆ ಆಗಮಿಸಿದ ವಿದ್ಯಾರ್ಥಿ ಸಂಘಟನೆ ಬೆಂಬಲ ಸೂಚಿಸಿದೆ. ಜೂನ್ ಆರಂಭದಲ್ಲಿ ಹೊಸ ವೈದ್ಯಕೀಯ ಕಾಲೇಜು ಹಾಸ್ಟೆಲ್ ಅನ್ನು ವೈದ್ಯಕೀಯ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ತೆರೆದುಕೊಡಲಾಗುವುದೆಂದು ಸೂಚಿಸಿ ಹೊಸ ಬ್ಯಾಚಿಗೆ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಸೇರ್ಪಡೆಗೊಳಿಸುವ ಪ್ರಕ್ರಿಯೆ ನಡೆದಿತ್ತು. ಈ ನಡುವೆ ಕಳೆದ 3 ವರ್ಷಗಳಿಂದ ಕಾಲೇಜಿನ ಹೊರಗೆ ಖಾಸಗಿ ಕಟ್ಟಡಗಳಲ್ಲಿ ವಾಸಿಸುತ್ತಿದ್ದು ಇದೀಗ ಈ ವರ್ಷ ಇಲ್ಲಿ ಎಂಬಿಬಿಎಸ್ ಶಿಕ್ಷಣ ಪಡೆಯುತ್ತಿರುವವರಿಗೆ ಹಾಸ್ಟೆಲ್ ಸೌಲಭ್ಯ ಏರ್ಪಡಿಸಿದ್ದು ನರ್ಸಿಂಗ್ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಮಾತ್ರ ಪರಿಗಣಿಸದಿರುವುದು ಮುಷ್ಕರಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಈ ಹಿಂದೆ ವೈದ್ಯಕೀಯ ಕಾಲೇಜಿನ ಸೌಲಭ್ಯಗಳನ್ನು, ಸ್ವಂತ ಕಟ್ಟಡ ವ್ಯವಸ್ಥೆಗಳು ಮತ್ತು ಹಾಸ್ಟೆಲ್ ಸೌಲಭ್ಯಗಳನ್ನು ಸಿದ್ಧಪಡಿಸಿ ಅವರಿಗೆ ಒದಗಿಸಲಾಗುವುದು ಎಂದು ಭರವಸೆ ನೀಡಲಾಗಿತ್ತು. ಆದರೆ ಇದು ಭರವಸೆಯಾಗಿಯೇ ಉಳಿದಿದ್ದು ಇನ್ನೂ ಕಾರ್ಯರೂಪಕ್ಕೆ ಬರಲಿಲ್ಲ ಎಂದು ಆರೋಪಿಸಲಾಗಿದೆ. ವೈದ್ಯಕೀಯ ಕಾಲೇಜು ಹಾಸ್ಟೆಲ್ನಲ್ಲಿ 500ಕ್ಕೂ ಹೆಚ್ಚು ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ವಸತಿ ಸೌಲಭ್ಯವಿದೆ. ಪ್ರಸ್ತುತ ವೈದ್ಯಕೀಯ ಕಾಲೇಜಿನಲ್ಲಿ ಕೇವಲ 50 ವಿದ್ಯಾರ್ಥಿಗಳಿದ್ದಾರೆ. ಇನ್ನೂ 1 ಅಥವಾ 2 ಬ್ಯಾಚ್ಗಳು ಪ್ರಾರಂಭವಾದರೂ ನರ್ಸಿಂಗ್ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಇಲ್ಲಿಯೇ ವಸತಿ ಕಲ್ಪಿಸಬಹುದಾಗಿದ್ದರೂ ಸಂಬಂಧಪಟ್ಟವರು ಈ ಬಗ್ಗೆ ಕ್ರಮ ಕೈಗೊಳ್ಳುತ್ತಿಲ್ಲ. ಅನುಕೂಲಕರ ನಿರ್ಧಾರ ತೆಗೆದುಕೊಳ್ಳುವವರೆಗೆ ಮುಷ್ಕರದಿಂದ ಹಿಂದೆ ಸರಿಯುವುದಿಲ್ಲ ಎಂದು ಮುಷ್ಕರ ಸಮಿತಿ ತಿಳಿಸಿದೆ. ಇದೇ ವೇಳೆ ಎಸ್ಎಫ್ಐ ನೇತಾರರು ಮೆಡಿಕಲ್ ಕಾಲೇಜು ಸೂಪರಿಂಟೆಂಡೆಂಟ್ ಜತೆ ಸಮಸ್ಯೆ ಪರಿಹರಿಸುವಂತೆ ಒತ್ತಾಯಿಸಿದ್ದು ಶೀಘ್ರ ಕ್ರಮ ಕೈಗೊಳ್ಳದಿದ್ದರೆ ಹೋರಾಟ ಬಲಪಡಿಸುವುದಾಗಿ ಎಸ್ಎಫ್ಐ ಪದಾಧಿಕಾರಿಗಳು ತಿಳಿಸಿದ್ದಾರೆ. ഒരു തരത്തിൽ പോലും അതിനെ വകവെക്കാതെ അവർക്ക് മുമ്പിൽ കണ്ണെടുത്ത് നിൽക്കുന്ന സമീപനമാണ് നമ്മുടെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നത്. നമുക്കറിയാം, എല്ലാ വിദ്യാലയ കലാലയങ്ങളിലും എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് ഇത്തരത്തിലേക്കുള്ള സമരങ്ങളിൽ കൂടിയാണ്. ആ സമരങ്ങളെ നിങ്ങൾ ആകെപ്പാടെ കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വ്യാമോഹം മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥികളും എന്നും അവരുടെ അവകാശങ്ങൾ എന്ത് വില കൊടുത്തും നേടിയെടുക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പുവരുത്താൻ സാധിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. നമുക്കറിയാം, ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊട്ടനവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പാവപ്പെട്ടവരുണ്ട്, പല ആളുകൾ പല മേഖലയിൽ നിന്നവരുണ്ട്, ഓട്ടത്തൊഴിലാളികളുടെ മക്കളുണ്ട്, കർഷകരുടെ മക്കളുണ്ട്, മറ്റൊരുപാട് വ്യവസായങ്ങൾ ചെയ്യുന്നവരുടെ മക്കളുണ്ട്. അങ്ങനെ പാവപ്പെട്ടവരും ദുരിതമേറുന്നവരൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഭീമമായ തുക അവർക്ക് അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഉൾപ്പെടെ അവർ കൃത്യമായിട്ട് ഇവിടെ അധികാരികൾ പറഞ്ഞു ഹോസ്റ്റൽ സൗകര്യം ഉറപ്പുവരുത്താം. ആ വാക്കിനോട് നീതി പുലർത്താൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ തയ്യാറാണെന്ന് ആദ്യം സൂചിപ്പിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഇന്ന് ഏറ്റവും ശാന്തമായ രീതിക്കകത്താണ് എസ്എഫ്ഐ ഐക്യദാർഢ്യ പ്രകടനം രീതിക്കകത്ത് മെഡിക്കൽ കോളേജിനകത്ത് ഒരു മാർച്ച് സംഘടിപ്പിച്ചുള്ളത്. അത് ഏറ്റവും ശാന്തിയോടുകൂടി സമാധാനത്തോട് നടപ്പിലാക്കുകയാണ്. എന്ന് വെച്ച് ഇതിന്റെ സ്വരങ്ങൾ മാറ്റാനോ ഇതിന്റെ ഭാവങ്ങൾ മാറ്റാനോ എസ്എഫ്ഐക്ക് അറിയാനിട്ടല്ല. ഇന്ന് ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് ഇതിന് ഒരു പരിഹാരം ഈ ക്യാമ്പസിനകത്ത് നടത്തിയെടുക്കാൻ വേണ്ടി എസ്എഫ്ഐ മുന്നിട്ടുണ്ടാവും. ഇവിടുത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും ഹൃദയത്തോട് ചേർക്കുകയാണ്. ഈ സമരത്തിന് എസ്എഫ്ഐയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് അനുരാഗപ്പെട്ട കുട്ടികളൊക്കെ നഴ്സിംഗ് കോളേജിനകത്ത് ഹോസ്റ്റൽ സമര പോരാളികളെ ഏറെ സന്തോഷത്തോടെയാണ് എസ്എഫ്ഐക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അവകാശ വിഷയത്തിനെതിരായിട്ട് ഈ നിലയിലേക്ക് സന്ധിയില്ലാത്ത സമരം നടത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറായതിൽ എസ്എഫ്ഐ ആദ്യം തന്നെ എസ്എഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള എസ്എഫ്ഐയുടെ ഓരോ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇടത് നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സമരം നിങ്ങൾ ഉന്നയിക്കുന്ന
ഉന്നയിച്ചിട്ടുള്ള ഓരോ ആവശ്യങ്ങളും പരിഹരിക്കുന്നത് വരെ SFIയുടെ സന്ധിയില്ലാത്ത പിന്തുണ ഈ സമരത്തിലാണ് നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് വേണ്ടി ഹോസ്റ്റൽ തുറന്നാക്കുന്നതുവരെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ന്യായമായ ആവശ്യം പരിഹരിച്ച് ഈ സമരം വിജയിക്കുന്നവരെ പ്രിയപ്പെട്ട സഹാക്കളെ രാവോ പകലൊന്നുമില്ലാതെ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് SFIയുടെ പൂർണ്ണ പിന്തുണ SFIയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസങ്ങൾക്കകത്തും ഇന്ന് എന്നാണോ ഈ സമരത്തിൽ ലക്ഷ്യം കാണുന്നത്, നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്നാണോ പരിഹരിക്കപ്പെടുന്നത്, അതുവരെ ഈ നാട്ടിനകത്ത് വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്യാമ്പസിനകത്ത് ഈ നിലയിലേക്ക് കഴിഞ്ഞ വർഷമാണ് MBBSന്റെ കോഴ്സ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നഴ്സിംഗ് കോഴ്സ് ഏതാണ്ട് നാളുകളായിട്ട് നമ്മുടെ ക്യാമ്പസിനകത്ത് നിലവിലുണ്ട്. 1943 തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് കേരള സംസ്ഥാനത്ത് ഒരു നഴ്സിംഗ് കോളേജ് നിലവിൽ വരുന്നത്. എന്നാൽ ഇന്ന് 2026 എത്തിയിരിക്കുമ്പോൾ 130ഓളം നഴ്സിംഗ് കോളേജ് നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. 16 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളും മറ്റ് സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ ഒട്ടനേകം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ മേഖലയായിട്ട് നഴ്സിംഗ് മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിനകത്ത് സപ്തഭാഷാ സംഗമഭൂമിയായിട്ടുള്ള കാസർഗോഡിനകത്ത് ഇത്തരത്തിൽ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം വരുമ്പോൾ ഇരു കൈയിൽ നീട്ടിയാണ് നമ്മൾ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് അതേ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്നും അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അവകാശ നിഷേധത്തിനെതിരായിട്ട് ഇങ്ങനെ രാവും പകലുമില്ലാതെ സമരമിരിക്കുകയാണ്. MBBS വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം അനുവദിക്കാൻ വേണ്ടി മാത്രം ഇവിടുത്തെ ഹോസ്റ്റൽ കെട്ടിടം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നിവിടെ അധികാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും എനിക്കും നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം, ഇവിടുത്തെ നല്ലൊരു പറ്റം നഴ്സിംഗ് വിദ്യാർത്ഥികളെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇന്ന് കെട്ടിടത്തിനകത്തുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നിങ്ങൾ പറയുന്ന ആവശ്യങ്ങളൊന്നും ചെവികൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. MBBS വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്റ്റൽ സൗകര്യം തുറന്നു കൊടുക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള മുടന്ത ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ നിലയിലേക്ക് നിങ്ങളുടെ സമരത്തിന് നേരെ മുഖന്തിരിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് അംഗീകരിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങൾക്ക് പിന്തുണയുമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളോ തയ്യാറല്ല. ഏത് നിയമപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണോ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ അനുവദിച്ചു തരാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നത്, അതിനെ മറികടന്നുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മറ്റ് മെഡിക്കൽ കോളേജുകൾക്കകത്തും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം പങ്കിട്ട് അനുവദിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നന്നായി ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഉക്കിനടുക്ക പോലുള്ള പ്രദേശത്തിനകത്ത് താമസത്തിന് യാത്രയ്ക്കുമായിട്ട് എത്രത്തോളം സാമ്പത്തിക ചെലവ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പാമ്പ് കടിയേൽക്കുന്ന സംഭവം ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നുള്ള ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ SFI നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം ഇവിടുത്തെ അധികാരികളോട് പറഞ്ഞു വെക്കാനുള്ളത്, ഇന്ന് കേവലം 150 പ്രവർത്തകർ മാത്രമായിട്ടാണ് SFI മാർച്ച് എടുത്തിട്ടുള്ളത്. 47,200 മെമ്പർഷിപ്പ് ഉള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് SFI എന്ന് പറയുന്നത്. ഞങ്ങളുടെ മെമ്പർഷിപ്പിന്റെ നല്ലൊരു ശതമാനത്തെയും കൂട്ടിക്കൊണ്ട് ഈ ക്യാമ്പസിലേക്ക് ഒരു മാർച്ച് എടുക്കാൻ SFI തയ്യാറായാൽ കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ സമരം കൊണ്ടുവരും. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ പൂർണ്ണ പിന്തുണ SFI നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ ന്യായമായ ആവശ്യം, നിങ്ങളെ ബാധിക്കുന്ന ആവശ്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഹോസ്റ്റൽ എന്നുള്ള ആവശ്യവും അതിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കാൻ വേണ്ടി അധികാരികൾ തയ്യാറാകുന്നത് വരെ എല്ലാ വഴിക്കും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കൂട്ടത്തിലൊരാളായി SFI ഉണ്ടാവും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും നാളുകളായിട്ട് ഇതിന് പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നലെ മുതൽ രാവും പകലും ഇല്ലാതെ നിങ്ങളുടെ പഠനവും മൂടും മുറക്കവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ബോധ്യത്തോടെ ഇവിടെ ഇടിമുഴക്കത്തിന്റെ ഒച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം നൽകുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന ഈ ക്യാമ്പസിലെ എല്ലാ ഭാരവാഹികളെയും ഇവിടെ നെഞ്ചോട് അഭിവാദം ചെയ്തുകൊണ്ട് SFI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സന്ധികളില്ലാത്ത പിന്തുണ, അതിന്റെ ഐക്യദാർഢ്യം നിങ്ങളുടെ സമരത്തിന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സാക്കളെ, നിങ്ങൾക്ക് വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും 100,000 അഭിവാദ്യങ്ങൾ.
വേഗം തന്നേ തീരൂ. ഇന്നലെ രാവിലെ മുതൽ രാപ്പകൽ സമരത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. ഇവിടെ ഒന്നാമത്തെ ബാച്ച് പ്രവേശനം ആരംഭിച്ചത് മുതൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 വർഷമായിട്ടും ഹോസ്റ്റൽ സൗകര്യം അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിലവിലുള്ള ഹോസ്റ്റലിനകത്ത് MBBS വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. MBBS വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിലോ മറ്റും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇവിടുത്തെ നേഴ്സിംഗ് വിദ്യാർത്ഥികളെ കൂടി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഹോസ്റ്റലിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നേഴ്സിംഗ് വിദ്യാർത്ഥികൾ കൂടി ഹോസ്റ്റൽ തുറന്നു കൊടുക്കണമെന്നുള്ള ന്യായമായ ആവശ്യമാണ് ഇവർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. മറ്റ് PG ഉൾപ്പെടെയുള്ള വർക്കിംഗ് ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ഇതര സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും ഇവിടുത്തെ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിനകത്തൊരു വിദ്യാർത്ഥി പ്രവേശനം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർക്ക് മറ്റ് ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ അതിനേക്കാളും ഭീമമായിട്ടുള്ള ചിലവിലേക്ക്, ഭക്ഷണം ഉൾപ്പെടെയുള്ള യാത്ര ഉൾപ്പെടെയുള്ള ചിലവിലേക്ക് തള്ളി നീക്കപ്പെടുന്ന സ്ഥിതിയാണ് പാവപ്പെട്ടവരായ കുട്ടികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ആവശ്യത്തിന് പൂർണ്ണ പിന്തുണ SFI അറിയിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ ഇവർ ഈ രാപ്പകൽ സമരം തൻ്റെ പഠനകാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നിലയിലേക്ക് രാപ്പകൽ സമരം നടത്തുമ്പോൾ ഈ ജില്ലയിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിലേക്ക് SFI സമരത്തിന് പൂർണ്ണമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇവരുടെ സമരത്തിന് പരിഹാരം കാണുന്നവരെ ഏറ്റവും ന്യായമായിട്ടുള്ള ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ SFI ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണ സമരത്തിന് ഉണ്ടായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇതിലിപ്പോൾ ഇവർ 2 പ്രശ്നം പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിന് സൗകര്യം കൊടുക്കുന്ന പ്രശ്നം പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ഇതേപോലെ മെഡിക്കൽ കോളേജ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ താമസിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല? മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തും ഉൾപ്പെടെ ഈ നിലയിലേക്ക് MBBS ഹോസ്റ്റൽ സൗകര്യം നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഇവിടെ ഇവരുടെ അപ്രൂവലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയാൽ മെഡിക്കൽ കോളേജിൻ്റെ അപ്രൂവലിന് ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ള നിലയിലേക്കുള്ള നിയമപരമായിട്ടുള്ള കുരുക്കളാണ് ഇവർ ഇതിൻ്റെ പേരിൽ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം മാനുഷിക പരിഗണനയോടെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. മറ്റെല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ രാവും പകലും ഇല്ലാതെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തെ അണിനിരക്കുമ്പോൾ അത്തരത്തിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് ഇതിന് അതിൻ്റെ അധികാരികളാണെങ്കിലും ഇവിടുത്തെ അധ്യാപകരാണെങ്കിലും സർക്കാരാണെങ്കിലും ന്യായമായിട്ടുള്ളൊരു പരിഹാരം കാണണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ചേരിയിലും കോഴിക്കോടും ഉൾപ്പെടെ നഴ്സിംഗ് വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും ഒരേ സൗകര്യം ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ പഠിക്കുന്ന സ്ഥിതിയുള്ളത്. അതുൾപ്പെടെ അധികാരികളോട് ചൂണ്ടിക്കാണിയിട്ടുണ്ട്. താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് തനതായിട്ടുള്ളൊരു ഹോസ്റ്റൽ സൗകര്യം നിലവിൽ വരുന്നതുവരെയെങ്കിലും MBBS ഹോസ്റ്റൽ സൗകര്യം ഇവർക്ക് വേണ്ടി കൂടി വിട്ടുകൊടുക്കണം, കൂട്ടായിട്ട് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് SFIക്ക് ആവശ്യപ്പെടാനുള്ളത്. 3 വർഷമായിട്ട് ഇവരുടെ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു എന്നിവർ പറയുന്നുണ്ട്. അതിനിടയിൽ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു 5-6 മാസം മുൻപാണെങ്കിൽ SFIക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. 5-6 മാസം മുമ്പ് SFI എങ്ങനെയാണ് പരിഹരിക്കുന്ന കാര്യത്തിൽ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തതയില്ല. SFI എല്ലാ കാലത്തും ഒരേ നിലയിലേക്ക് തന്നെയാണ് ഒരു പ്രശ്നം തുടങ്ങിയിട്ട് 3 വർഷമായി. SFI ഇപ്പോഴാണ് സമരത്തിന് വരുന്നത്. SFI ഒരു കാലത്തും സമരം ചെയ്യാതിരുന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് എന്നല്ല, ജില്ലയിലെ ഏത് ക്യാമ്പസിനകത്തും നമ്മളെ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഏത് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടും സന്ധിയില്ലാത്ത സമരം SFI നയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നം ഇപ്പോൾ കൂടുതൽ തീവ്രമായിട്ടുള്ളത് നിലവിൽ അനുഭവിച്ചിട്ടുള്ള MBBS സ്റ്റുഡൻസിന് അവസാന വർഷം 50 സീറ്റ് MBBS ആയിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പസിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ ഒരുക്കി കൊടുക്കാനും നഴ്സിംഗ് വിദ്യാർത്ഥികളെ തടയാനുമുള്ളൊരു നീക്കം ഈ അക്കാദമിക വർഷം ഉണ്ടായതിനെ തുടർന്ന് ആ നിലയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കുട്ടികൾ പോയിട്ടുള്ളത്. ഇതിന് മുന്നേ തന്നെ പ്രത്യക്ഷത്തിൽ മാർച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ക്യാമ്പസിൽ വരുന്നതിന്
വേണ്ടിയിട്ടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ യൂണിയൻ ഭാരം ഉൾപ്പെടെ കാണുന്നതിനും സൂപ്രണ്ട് ഉൾപ്പെടെ ഒഫീഷ്യൽസിനെ കാണുന്നതിന് വേണ്ടിയിട്ടും SFI തയ്യാറായിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ ഇന്നൊരു സുപ്രഭാതത്തിലല്ല SFI മാർച്ചുമായിട്ട് ക്യാമ്പസിലേക്ക് വരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിലും ഈ സർക്കാരിൻ്റെ കാലത്തിലാണെങ്കിലും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ന്യായമായിട്ടുള്ള ഇടപെടൽ SFI നടത്തി വരുന്നുണ്ട്. നിലവിൽ സൂചിപ്പിച്ച പോലെ തന്നെ MBBS സ്റ്റുഡൻസിന് നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് സീറ്റുകൾ അനുവദിക്കുന്നത് ഈ വർഷമാണ്. അതിനുശേഷമാണ് ഇവിടെ 100 വിദ്യാർത്ഥികൾ കൂടി അടുത്ത വർഷം കടന്നു വരാൻ വേണ്ടി പോവുകയാണ്, അടുത്ത അക്കാദമി വർഷം. അപ്പോൾ ആ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ അനുവദിക്കാൻ വേണ്ടി പോകുന്നു. ഒരു താൽക്കാലിക പരിഹാരം എന്നാണ് കാണുന്നത്. ഈ 3 വർഷമായി അവർ ഒരു തവണ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടിരുന്നു, സർക്കാരിൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. അന്നൊന്നും ഈ കുട്ടികൾക്ക് ഹോസ്റ്റൽ സംവിധാനം ഒരുക്കണം എന്ന ആവശ്യം നിലവിലുണ്ട്. SFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ഭരണമുണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന, ആരോഗ്യവകുപ്പുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് വളരെ ഇതുപോലുള്ള ഒരു സമരമോ ഇടപെടലോ നടന്നില്ല എന്നതാണ് ന്യായമായ സംശയം. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് SFIക്ക് വകുപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. SFI തനതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. എല്ലാ കാലത്തും എല്ലാവിധ വിദ്യാർത്ഥി വിഷയങ്ങളിലും SFI ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതൊരിക്കൽ കൂടി പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. നിലവിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന 100 സീറ്റുകൾ ഉൾപ്പെടെ പഠിക്കാൻ വേണ്ടി വരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ അനുവദിക്കും എന്നുള്ള സാഹചര്യത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ തടയുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു രാപ്പകൽ പരിശീലനത്തിലേക്ക് ഇവർ ഉൾപ്പെടെ കടന്നിട്ടുള്ളത്. ആ ഘട്ടത്തിലേക്കാണ് സ്വാഭാവികമായിട്ടും SFI ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഏത് മുന്നണി ഭരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടി വിദ്യാർത്ഥികളെ ന്യായമായ വിഷയങ്ങളിൽ എല്ലാ കാലത്തും SFI ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തിൽ തന്നെ കേന്ദ്ര സർവകലാശാലക്കകത്ത് ഈ നിലയിലേക്ക് അവരുടെ ലൈബ്രറി സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സൂചിപ്പിച്ച കഴിഞ്ഞ അതേ LDF സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെ കാർഷിക സർവകലാശാല ഉൾപ്പെടെ ഫീസ് വർധനയായിട്ട് ബന്ധപ്പെട്ട് ലൈബ്രറി സൗകര്യമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒക്കെ തന്നെയും SFI ഇടപെട്ടിട്ടുണ്ട്. SFI കഴിഞ്ഞ 10 വർഷത്തെ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ള നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ സമീപിക്കുന്നത് ശരിയല്ല. SFI അന്നും സമരം ചെയ്തിട്ടുണ്ട്, ഇന്നും സമരം ചെയ്യുന്നുണ്ട്, ഇനിയും സമരം ചെയ്തുകൊണ്ടേയിരിക്കും.